സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദിയാണ്. ഞാൻ പറഞ്ഞു. നമസ്കാരം. ഇലക്ഷൻ പ്രമാണിച്ചേ വർഗീയത പറയുകയും വേണം, എന്നാൽ വർഗീയത പറയുന്നതായിട്ട് ആർക്കും തോന്നുകയും ചെയ്യരുത്. എന്നാൽ അത് പറഞ്ഞിട്ട് കിട്ടാനിരിക്കുന്ന വോട്ടുകൾ കിട്ടാതെ പോവുകയും ചെയ്യരുത്. ഒരു ടാസ്കാ. അത് ഉന്നയിച്ച വേദി ഒരു മതവിഭാഗത്തിന്റെ 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിലാണെന്നതാണ് വേദി. അതാണ് പ്രശ്നം. ഇപ്പൊ കുട്ടികളുടെ പരിപാടി നടക്കുന്നിടത്ത് BJP വർഗീയ ധ്രുവീകരണത്തിന് ഇവിടെ ശ്രമിക്കുന്നു, ഇവിടെ കലാപം അഴിച്ചുവിടുന്നു. നമ്മളെപ്പോഴും വർഗീയത ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ജാതി, മതം, വർണ്ണം, വർഗം, ഇമാതിരി വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് വീര പോലെ കുത്തി നിറച്ച് ഒരെണ്ണം അങ്ങ് തള്ളിയായിരുന്നു. ആര്? നമ്മുടെ മുഖ്യ സഖാവ്. അപ്പൊ പറഞ്ഞു വന്നത് വേദി, അതാണ് പ്രധാനം. വേദിക്കനുസരിച്ച് സദസ്സറിഞ്ഞ് സംസാരിക്കാനുള്ള കഴിവ് ഈ പറഞ്ഞതുപോലെ മുഖ്യ സഖാവിനെ പോലെ മറ്റാർക്കും ഇല്ല. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേവലം 10 വോട്ടിന് വേണ്ടി കാണിച്ച ഏറ്റവും തരംതാണ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. VD സതീശൻ അങ്ങനെ വർഗീയ ധ്രുവീകരണം നടത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്നും ഉപചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒക്കെ സ്വയം നിർമ്മിച്ചുകൊണ്ട് സജി അച്ചായൻ പ്രഹസനം നടത്തും. സജി അച്ചായൻ വർഗീയത പറയും. പ്രഹസനത്തിന് സജി അച്ചായനെ കഴിഞ്ഞ ആളുള്ളൂ. ഹൈന്ദവ ആചാര്യന്മാർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷത്തിന്റെ നേതാവ് പോയിട്ട് മുസ്ലിം പറയാമോ? അല്ല സജി അച്ചായ, നിങ്ങൾക്ക് ഈ ജാതി, മതം, വർഗം, വർണ്ണം, മതം തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ, പ്രസംഗത്തിൽ എവിടെയും ഉപയോഗിക്കാതെ വികസനം പറഞ്ഞ് 10 വോട്ട് പിടിക്കാൻ സാധിക്കുമോ? ഇനി കോൺഗ്രസ്സുകാർ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു, BJPക്കാർ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു. ഇവിടെ ധ്രുവീകരണം ഇല്ലാതെ എല്ലാവരെയും ഒന്നിച്ചൊരു ചൂലിലെ ഈർക്കില് പോലെ ചേർത്ത് കെട്ടാൻ ഉള്ള ഒരേ ഒരു നൂല്, ചരട്, തരികളാൽ ചമയ്ക്കപ്പെട്ട നൂല് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് എന്നൊക്കെ ഡയലോഗ് അടിച്ച് വർഗീയത പറഞ്ഞാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ? എന്തിനാ ഈ അധ്വാനം? നിങ്ങൾ ആ ജില്ലയിലെ ജയിച്ച ആളുകളെയൊക്കെ എടുത്ത് നോക്ക്, അവരുടെ ഒന്ന് പേര് വായിച്ച് നോക്ക്, അപ്പോൾ അറിയാം. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒരു ദുരുദ്ദേശം എനിക്കില്ലായിരുന്നു, ഒരു വർഗീയതയും ഞാൻ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് അങ്ങനെ ആക്കി പ്രസന്റ് ചെയ്തതാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ പറഞ്ഞതല്ല, അതിനപ്പുറം അച്ചായം പറയുന്നത് ഞങ്ങൾക്ക് അറിയാം. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ആളല്ലേ. കുന്തവും കുടച്ചക്രവും എന്ന് വിശേഷിപ്പിച്ചിട്ട് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആളല്ലേ. അല്ല, ഇലക്ഷനിൽ 8 നിലയെ പൊട്ടും എന്ന് ഏകദേശം ഉറപ്പാവുമ്പോൾ മനുഷ്യന്റെ ബൗദ്ധിക മണ്ഡലം വേറെ എവിടോട്ടെങ്കിലുമൊക്കെ സ്വന്തം തല വിട്ടു പോകും. അതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടല്ലോ, അത് നമ്മൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആളുകൾ കല്ലെറിയാൻ തുടങ്ങും. ഇന്നലെ പറഞ്ഞത് പച്ചയ്ക്ക് വർഗീയത, അതിനുശേഷം ഇന്ന് നടത്തിയ വിശദീകരണത്തിൽ പക്ഷേ വോട്ടർമാരെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലായി പോയി മന്ത്രിയുടെ വിശദീകരണം. എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ പറയണമെന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരൊറ്റ എണ്ണത്തിന് വകതിരിവില്ല. ഇലക്ഷന് തോറ്റു എന്നറിഞ്ഞതിൻ്റെ അടുത്ത സെക്കൻഡ് നമ്മുടെ മുതിർന്ന സഖാക്കളിൽ ഒരാളായിട്ടുള്ള MM മണിയാശാൻ നടത്തിയ പ്രതികരണം എന്തായിരുന്നു? ജനങ്ങൾ പെൻഷൻ വാങ്ങിച്ച് നക്കിയിട്ട് നന്ദികേട് കാണിച്ചെന്ന്. ജനങ്ങളോട് മര്യാദയും മാന്യതയും കാണിക്കുന്ന ഒരു പ്രതികരണം. അതുപോലെ തന്നെയല്ലേ അച്ചായൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? വോട്ടർമാര് ജാതിയും മതവും നോക്കി വോട്ട് ചെയ്ത ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങൾ 3G ആയതെന്ന്. അവിടെയും വോട്ടർമാർക്ക് തെറ്റ്. അപ്പോൾ ആരും വോട്ട് ചെയ്യാൻ പോകാതിരുന്ന പ്രശ്നമുണ്ടോ? ഈ സജി അച്ചായനൊക്കെ പറയുന്ന ലൊടുക്ക് കാര്യങ്ങൾക്കെല്ലാം നമുക്കിങ്ങനെ ഇരുന്ന് പ്രതികരിക്കേണ്ടി വരുന്നത് ഏത് ഘട്ടത്തിലാണെന്നറിയാമോ? നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ. അടിവേരറ്റ് നിൽക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും കുറച്ചൊന്ന് കുറയ്ക്കച്ചായ. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആളാം വീതം മത്സരിച്ച് അധപ്പതിക്കാതെ. ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാ, മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചതാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശിവൻകുട്ടി അണ്ണൻ പോലും തെറ്റിദ്ധരിച്ചു പോയി. ഒരു എക്സ്പ്ലനേഷൻ കൂടെ വന്നോട്ടെ. ഞാൻ ഒരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വികസനങ്ങളൊന്നും പറയാനില്ല. പറയുന്ന വികസനങ്ങളൊന്നും ജനങ്ങളിലോട്ട് ഏക്കുന്നില്ല. കള്ളത്തരം കൊണ്ട് ഒന്ന് കെട്ടിപ്പൊക്കാൻ നോക്കി, അതും നടക്കുന്നില്ല. പിന്നിപ്പോൾ ഇങ്ങനെയുള്ള മാർഗങ്ങളേ ഉള്ളൂ. എവിടെങ്കിലും ഏതെങ്കിലും വേദിയിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അറ്റവും മൂലയും പിടിച്ചുകൊണ്ട് അതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിൽ അർത്ഥങ്ങൾ കണ്ടെത്തി മാക്സിമം മാധ്യമങ്ങളിലൂടെ സർക്കുലേഷൻ കൊടുക്കുന്നു. അതങ്ങനെ ഒരു വിവാദമാകുമ്പോൾ അതിനെ വെളുപ്പിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെ സർവ്വ വിഷത്തിനെയും പുറത്തേക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ എടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ പുക ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരുന്ന് പിന്നിൽ നിൽക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ മറയ്ക്കാനുള്ള ശ്രമം, പാഴ്ശ്രമം.
അതാണ് ഇത്. ഏതായാലും ഭരണം തീരാൻ പോകുന്നു. നമ്മുടെ ആദർശം ഏകദേശം കുഴിയിലോട്ടെടുത്ത് വെക്കാറായി. അങ്ങനെ വെക്കുന്ന സമയത്ത് അന്തസ്സായിട്ടൊന്ന് എടുത്ത് വെക്കാനുള്ള അവസരം പോലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ? എത്രത്തോളം നാറിക്കാമോ, എത്രത്തോളം സ്വയം നാറാമോ അത്രത്തോളം നാറുക. ബാക്കി സഖാക്കളൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്തോ. ആ ചേച്ചി അവിടെ ഒന്ന് കൊട്ടിക്കോ ചേച്ചി, എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ വീട് ചുമന്ന് ക്ഷീണിക്കുന്നതിൻ്റെ ഇടയിൽ. ഇതൊക്കെയാ പ്രഹസനങ്ങൾ. എന്തിനാണോ ഈ കോമാളിത്തരങ്ങളൊക്കെ കിടന്ന് കാണിക്കുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗോത്സവത്തിൽ നടത്തിയ ഷോയാണ്. ക്യാമറയ്ക്ക് നേരെ നിന്ന് ഷോ നടത്തിയിട്ടുണ്ട്. അവർക്കുള്ള ആനുകൂല്യങ്ങളുടെ കാര്യത്തിലോ അവർക്കുള്ള സംവരണത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ ഈ ഒരു എനർജി കാണിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ പാവങ്ങൾക്കത് പ്രയോജനപ്പെട്ടേനെ. കൊട്ടിക്ക്. ചിലയിടത്ത് ഡാൻസ് കൊട്ട്, ചിലയിടത്ത് കള്ളം തള്ള്, വേറെ ചിലയിടത്ത് കണ്ടവരുടെ പ്രസംഗത്തിൻ്റെ വ്യാഖ്യാനം. സജി അച്ചായനെ സംബന്ധിക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, അച്ചായനെ അഭിമാനതാരമാക്കി ഉയർത്തിയ ഒരു സ്ഥലമുണ്ടല്ലോ, ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് ചെന്ന് നിന്നാൽ മതി. അണ്ണൻ്റെ മഹത്വം നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും. അവിടെ ചെന്ന് നിന്നാൽ അണ്ണനെ ഒന്ന് സ്മരിക്കാതെ നമുക്കവിടെ നിന്ന് വിട്ടു പോരാൻ പറ്റില്ല. അത്ര എന്തൊരു സൗകര്യമാണ്. ചെങ്ങന്നൂരൊക്കെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ മിനിമം ഒരു 20 മിനിറ്റ് നമുക്കത് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ചുറ്റും ആ ചെങ്ങന്നൂർ നഗരം മുഴുവൻ നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഒരവസ്ഥയുണ്ട്. ഒപ്പം KSRTC ബസ്സിൻ്റെ തുറന്ന സംവിധാനങ്ങളുണ്ടല്ലോ, മൂത്രമൊഴിക്കാനും മറ്റുമുള്ള, അവിടെ നിന്ന് പ്രത്യേക സുഗന്ധവും പേറി വരുന്ന കാറ്റിനെയും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ ചായ തീവ്രത കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴേ എന്തെടുത്ത് മറിച്ചെന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. വികസനവും രാഷ്ട്രീയമാണോ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ എന്താ കുറവുള്ളത്, എന്താ പ്രശ്നം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്? ഇതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.